അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നാം ഇവിടെ പ്രതിപാദിച്ചിരുന്ന വിഷയം ബറാഅത്ത് രാവ്, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കണം എന്നുള്ളതാണ്. എന്നാൽ എല്ലാ മാസവും ഈ നോമ്പ് സുന്നത്തുണ്ട്. ഇതിൽ ഫുഖഹാക്കന്മാരും മുഹദ്ദിസീങ്ങളും ചരിത്ര പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ഈ പരിശുദ്ധമായ ശഅബാൻ 15 അന്നാണ് ഖുർആൻ ഇറങ്ങിയതെന്നാണ്. പല അഭിപ്രായങ്ങളാണ്. ഡേറ്റിന്റെ വിഷയത്തിൽ, വസ്തുതയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസവുമില്ല. 1400 വർഷം കഴിഞ്ഞപ്പോൾ ചില വ്യത്യാസങ്ങൾ, അന്ന് ഇത്രയും പാരമ്പര്യവും പഴക്കമുള്ള ഒരു കാര്യത്തിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരും അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങളും ഓരോ ഡേറ്റ് അവർക്ക് വിശ്വസ്തമായി കിട്ടിയ പ്രമാണം അനുസരിച്ച് ഓരോ ഡേറ്റ് അവർ നിശ്ചയിച്ചിരുന്നു. അതിൽ കാലാന്തരത്തിൽ ഈ അഭിപ്രായ വ്യത്യാസം എടുത്തു കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വസ്തുത അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ശാഫിഈ, ഹനഫി, മാലിക്കി ഇമാം, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, പരിശുദ്ധമായ ഇസ്ലാം ഉദാഹരണം, ഈ ഇമാമിയങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആദ്യകാലത്തെ അല്പസ്വല്പം ഉണ്ടായിരുന്നു. അവർക്ക് വിശ്വസ്തമായി കിട്ടിയ റിപ്പോർട്ടകന്മാരിൽ നിന്നും ഓരോരുത്തർ കുറിച്ചെടുത്തതാണ്. പക്ഷേ പ്രശ്നത്തിൽ, അതിൻ്റെ കാമ്പിൽ, അതിൻ്റെ കഴമ്പിൽ വ്യത്യാസങ്ങളില്ല. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി ലോകാവസാനം വരേക്ക് നിലനിൽക്കുന്ന മദ്ഹബുകളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ മറ്റൊരു മദ്ഹബിനെ സംബന്ധിച്ച് മൂന്നാം മദ്ഹബുകാരനും നാലാം മദ്ഹബുകാരനും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അവരവർക്ക് കിട്ടിയ അന്നത്തെ കാലത്തുള്ള മഹാരഥന്മാർ ഒരു തെറ്റ് പോലും, കുറ്റം പോലും, വെറുക്കപ്പെട്ട കാര്യം പോലും ചെയ്യാത്ത ആൾക്കാർ. വലത്തെ ഭാഗത്തുനിന്ന് തുപ്പുകയോ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോകുമ്പോൾ കുട്ടികൾ കരയും, ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞാൽ, മക്കളെ അപ്പം ഉപ്പ മിഠായി മേടിക്കാനാണ് പോയത് എന്ന് പോലും ഉള്ള ഒരു നിസാരമായ പൊളിവ്, കള്ളം പോലും പറയാത്ത സുരക്ഷിതരായ ആൾക്കാരിൽ നിന്നാണ് ഹദീസുകൾ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരവർക്ക് കിട്ടിയ വിശ്വസ്തമായ തുറുക്കുകളിൽ, വഴികളിൽ കൂടി അവർ രേഖപ്പെടുത്തിയതാണ്. അത് എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. ഹനഫി മദ്ഹബിൽ ഖുനൂത്തില്ല, പക്ഷേ ഇശായിന് ശേഷം ആക്കിയതിന് ഉണ്ടോ, ഇശാ നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാക്കി. ഷാഫി മദ്ഹബിലോ അത് സുബഹി നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതിലാക്കി. ഇത് രണ്ടും നബി ചെയ്തിട്ടുണ്ട്. വസ്തുത ഖുനൂത്തുണ്ട് താനും, സ്ഥലം മാറിപ്പോയി എന്ന് മാത്രം. അതുപോലെ ഒന്ന് ചെയ്യുമ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് ചെയ്യുമ്പോൾ തല തടകുക, അത് 4 തടകിയാൽ മതി. അത് ഫുള്ളായിട്ട് തടകണം. അല്ലെങ്കിൽ ഒരു മുടിയെങ്കിലും, ഒരു 3 മുടിയെങ്കിലും നനഞ്ഞാൽ മതി. തലയുടെ അതിർത്തിയിൽപ്പെട്ട ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വസ്തുത, തല ശുദ്ധിയാക്കുന്ന കർമ്മമാകുന്ന തല തടകൽ, മസ്ഹൂർ റഅസ്, അത് വുജൂബാണ്, നിർബന്ധമാണ്, അനിവാര്യമാണ്. എന്നതുപോലെ റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ശഅബാനിലാണ് ഇന്നാ അൻസൽനാഹു ലൈലത്തൻ മുബാറക്കത്തൻ. കണ്ടോ, മുബാറക്കത്തായ രാത്രിയിൽ ആണ് പരിശുദ്ധമായ ഖുർആനെ ഇറക്കിയത്. ആ മുബാറക്കത്ത്, അനുഗ്രഹീതമായ രാത്രി ശഅബാൻ 15 എന്ന് ഇമാമിങ്ങൾ അഭിപ്രായപ്പെടുന്നു. എന്തായിരുന്നാലും വസ്തുതയ്ക്ക് വൈരുദ്ധ്യം ഒന്നും ഇല്ല. ഈ രാവിൽ പുറന്തള്ളപ്പെടുന്ന 6 വിഭാഗം ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ സാധാരണ നിസ്കാരവും നോമ്പും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം എളുപ്പത്തിൽ സ്വർഗത്തിൽ കയറാൻ പറ്റൂല. ആ എളുപ്പ വഴിയാണ് ഈ ഇസ്ലാം കാണിച്ചു തരുന്നത്. മഹാരഥന്മാർ, അയിമ്മത്തുകൾ, മുഹദ്ദിസീങ്ങൾ, ചരിത്രകാരന്മാർ, ഇവരെല്ലാം നമുക്ക് എളുപ്പ വഴിയാണ് കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. 33 പറയുമ്പോൾ സിറാത്ത് എന്ന കോണി 3
3 നിലയിലാണ് അതിനെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് നിന്നൊരു തൂണ് മുകളിലോട്ട് പോകും, അവിടെ നിന്ന് കുറുക്കെ ഒരു തൂണ് പോകും, അവിടെ നിന്ന് താഴ്ഭാഗത്തേക്ക് ഒരു തൂണ് പോകും. ആദ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ വേഗത, ഒറ്റ സുബ്ഹാനല്ലാഹയുടെ വേഗത കൊണ്ട് പറയാൻ എത്ര സമയം വേണമോ അത്രയും സമയം കൊണ്ട് മുകളിൽ വരെ എത്തി. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ നിന്നും അടുത്ത ഭാഗത്തേക്ക് എത്തി. അല്ലാഹു അക്ബർ താഴെ ഇറങ്ങി. അപ്പൊ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഒരുമിച്ച് ചേർത്തപ്പോൾ ഇത് തഹ്മീദുണ്ട്, തക്ബീറുണ്ട്, എല്ലാം ഇതിനകത്തുണ്ട് ഇല്ലേ. അതുപോലെ ഹംദലത്തുണ്ട്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. അത് വലിയൊരു ദിക്റായി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എന്നതുമാതിരി 5 വിരലിനെ നാം തറയിൽ കുത്തി, കൈ കോട്ടിപ്പിടിച്ച് തറയിൽ കുത്തി, ഒരു ഉറുമ്പിനെ 5 വിരലിൽ കൂടിയും കൈക്കുഴയിലെത്താൻ സാധിക്കും. എന്നതുമാതിരി 4 മദ്ഹബ് ഏതിൽ കൂടിയാണെങ്കിലും കൈക്കുഴയിൽ അള്ളാഹുവിന്റെ ഹദ്റത്തിൽ എത്താൻ സാധിക്കും എന്ന് തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ പരിശുദ്ധമായ ശഅബാൻ 15-ാം രാവും പകലും, പകൽ നോമ്പും രാത്രി നിസ്കാരവും. അത് ഒരുപാട് നിസ്കാരമൊന്നും വേണ്ട, കുറെ സുന്നത്താക്കപ്പെട്ട നിസ്കാരം, മുത്തലക്കായ സുന്നത്തുണ്ടല്ലോ. ശഅബാൻ 15-ാം രാവിൽ പുന്നാരപ്പെട്ട റസൂലുള്ളാഹി നിസ്കരിച്ച് കാണിച്ചു തന്നു. ആയിഷ ബീവി അത് കണ്ടു. എന്നിട്ട് ആയിഷ ബീവി അത്ഭുതപ്പെട്ടു പോയി. റസൂലുള്ളാഹിന്റെ സുജൂദിനെ വർദ്ധിപ്പിച്ചപ്പോൾ എന്നെ റസൂലുള്ളാഹി വഞ്ചിച്ചു എന്നൊരു തോന്നൽ. എങ്ങനെയാ വഞ്ചിക്കൽ? എന്നെ ഏകയാക്കി കളഞ്ഞു, ഒറ്റയാക്കി കളഞ്ഞു, എന്റെ സ്നേഹം നിലച്ചുപോയി, എന്നിൽ നിന്ന് നബി അകന്നുപോയി. അപ്പോൾ കുറെ സമയം കഴിഞ്ഞപ്പോൾ നബിയുടെ ദ്വായാണ്, അല്ലാഹുവേ എന്നെ നീ ശിക്ഷിക്കല്ലേ, നിന്റെ റഹ്മത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പാപത്തിന് നീ പുറത്തു തരണം, നിന്റെ നിന്റെ പൊരുത്തത്തിന്റെ ബറക്കത്ത് കൊണ്ട്. നിന്റെ പൊരുത്തത്തിനേക്കാൾ വലുതല്ലല്ലോ നിന്റെ ശിക്ഷ. ഈ അർത്ഥത്തിൽ ഇങ്ങനെ കണ്ണുനീർ തുള്ളികൾ ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ട് കരയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, നിനക്കറിയാമോ ഈ രാവേതാണെന്ന്? ഇത് ശഅബാൻ 15-ന്റെ ലൈലത്തും മുബാറക, അനുഗ്രഹീതമായ രാവാണ്. ഒരു കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ നരകത്തിൽ നിന്നും ഒഴിവാക്കിയെടുക്കുന്ന രാവാണ്. അള്ളാഹു വീഴ്ച ചെയ്യുന്ന കാരുണ്യത്തിന്റെ രാവാണ്. ഈ രാവിൽ പുറന്തള്ളപ്പെടുന്ന 6 വിഭാഗം ജനങ്ങളുണ്ട്. ആ കൂട്ടരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഈ ദിനത്തിൽ, ഈ രാവിൽ അള്ളാഹു ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന രാവ്, റിസ്ക് കൊടുക്കാമെന്ന് ഒന്നുകൂടി ഏറ്റുപറയുന്ന രാവ്, ആയുസ് കൊടുക്കാമെന്ന് ഒന്നുകൂടി ഏറ്റുപറയുന്ന രാവ്, അതുപോലെ ദുന്യാവിൽ രക്ഷപ്പെടുത്താമെന്നും ആഖിറത്തിൽ രക്ഷപ്പെടുത്താമെന്നും ഒന്നുകൂടി അള്ളാഹു ബലപ്പെടുത്തുന്ന രാവാണ്. ഈ രാവിൽ പുറന്തള്ളപ്പെടുന്ന 6 വിഭാഗം ജനങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്തവരാണവർ എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചില്ല എങ്കിൽ അവന് സ്വർഗവുമില്ല, ഒന്നുമേ ഇല്ല. തീരത്തടിച്ച് ചിതറിപ്പോകുന്ന യക്ഷിത്തിരമാലയുടെ മുകളിൽ മുസല്ല വിരിച്ച് അതിന്റെ മുകളിൽ ഒരു ആണിയും ഒരു സൂചിയും കുത്തി നിർത്തിയിട്ട് ആ സൂചി മുനയിൽ 70,000 വർഷം നിസ്കരിച്ചാലും പടച്ചവന്റെ പൊരുത്തമില്ലെങ്കിൽ ആ നിസ്കാരം നിന്നെ സ്വർഗത്തിൽ കയറ്റില്ലടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ മശിയത്ത് വേണം, അവന്റെ വേണ്ടുക വേണം. ഇബാദത്ത് നാം ചെയ്യുന്ന ഒരൊറ്റ ഇബാദത്തും അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹത്തിനോട് കിടപിടിക്കുന്നതല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഈ രാവിൽ പുറന്തള്ളപ്പെടുന്ന വേണ്ടടാ നിന്റെ സ്വർഗത്തിൽ, എന്നെ പറ്റിയുള്ള ഈമാൻ നിന്റെ കൽബിൽ വേണ്ട, എന്നെ പറ്റിയുള്ള സന്തോഷം നിന്റെ കൽബിൽ വേണ്ട, എന്റെ നബിയെ പറ്റിയുള്ള സന്തോഷം നിന്റെ കൽബിൽ വേണ്ട, നിന്റെ സ്വലാത്ത് എന്റെ റസൂലുള്ളാഹിക്ക് വേണ്ടടാ, നിന്റെ ദുആകൾ എനിക്ക് വേണ്ടടാ, നിന്റെ ദാനധർമ്മങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളപ്പെടുന്ന 6 വിഭാഗം ഉണ്ട്. ഒന്ന് മുശ്രിക്കാണ്. കാര്യം കാണാൻ വേണ്ടി പല ദൈവങ്ങളെയും പല നിലയിൽ ആരാധിക്കുന്ന ആൾക്കാർ. പടച്ചവനെ കൊണ്ട് കഴിയാത്തത് ഇന്ന ആളിനെ കൊണ്ട് കഴിയും.
ആ ആളിന് കൊടുക്കുന്ന കഴിവ് അള്ളാഹുവിൽ നിന്നാണെന്ന് അവൻ വേർതിരിച്ച് മനസ്സിലാക്കുന്നുമില്ല. അപ്പോൾ മുശ്രിക്കാണ് ഒന്നിലധികം വരുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നവർ. ഇസ്ലാമിന്റെ പ്രമാണത്തിൽ ലാ അതില്ലടാ, അങ്ങനെയല്ലടാ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് 360ഓളം വരുന്ന ദൈവങ്ങൾ ഇരുന്ന കഅബത്തിൽ ചെന്ന് അടിച്ചു വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുത്തരേ ഉള്ളു പടച്ച തമ്പുരാൻ. ആ ഒരുവരിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കല്ലാതെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും സ്വർഗത്തിൽ കടക്കുകയില്ല. അതുകൊണ്ട് പടച്ച തമ്പുരാനെതിരായിട്ട് അള്ളാഹുവിനെ പോലൊരു ദൈവമുണ്ടെന്നോ അവൻ ചെയ്യുന്ന പ്രവൃത്തി ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നോ അവന്റെ കരുണ പോലെയാണ് മറ്റുള്ളവരുടെ കരുണയെന്നോ അവന്റെ ശിക്ഷ പോലെയാണ് മറ്റുള്ളവരുടെ ശിക്ഷയെന്നോ അവന്റെ പ്രവർത്തനം മാതിരിയാണ് മറ്റുള്ളവരുടെ പ്രവർത്തനം എന്നോ കരുതി ഉറപ്പിക്കാതെ ഏകനായ പടച്ച തമ്പുരാൻ നിസ്തുലനാണ്, നിസ്തുല്യനാണ്, തുല്യതയില്ലാത്തവനാണ്. കണ്ടോ? അതുകൊണ്ട് മുശ്രിക്കാവാൻ പാടില്ല. രണ്ട് ശത്രുത വെച്ച് പുലർത്തുന്നവരെ അവർക്കും ഈ രാവിൽ അള്ളാഹു അവരെ പുറന്തള്ളുകയാണ്. മനസ്സിനകത്ത് മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന പൂച്ചൊണ്ടിലുമുണ്ട് വഞ്ചനയുടെ നാമ്പുകൾ എന്ന് കവി പറയുന്നത് മാതിരി മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ, നാം അറിയാൻ വേണ്ടി മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മെപ്പറ്റി നല്ലത് പറയുകയും നമ്മുടെ കണ്ണ് മറഞ്ഞു കഴിഞ്ഞാൽ, കൽബ് മറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ആപതിക്കാനുള്ള നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശത്രുത വെച്ച് പുലർത്തുന്ന രണ്ടാം വിഭാഗം, ഒന്നാമത്തത് മുശ്രിക്കായി പോയ ഒന്നാം വിഭാഗം, രണ്ടാമത്തത് ശത്രുത വെച്ച് പുലർത്തുന്നവർ, മൂന്നാമത്തത് കുടുംബബന്ധം ശിഥിലമാക്കുന്നവരെ സംബന്ധിച്ച് നൂറ്റിക്കണക്കിന് ഹദീസുകളാണുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബബന്ധം ശിഥിലമാക്കുക അത് ചെറിയ കാര്യമല്ല. ഈമാന്റെ ഒരു പരമാണുവിന്റെ തൂക്കം പോലും ഈമാൻ അവന്റെ കൽബിനകത്ത് നിന്നും അല്ലാഹു ഊരിക്കളയുന്നു. അവന്റെ കൽബിനകത്ത് നിന്നും ഈമാനിനെ ഊരിക്കളയുന്നു. അള്ളാഹുവിനോടുള്ള വഴിപ്പെടലും റസൂലുള്ളാഹിനോടുള്ള മഹബത്തും സാലിഹീങ്ങളോടുള്ള അനുധാവനം പിൻപറ്റലും അവരെ അംഗീകരിക്കലും ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മുഴുവനും ഊരിപ്പോകുവാൻ പര്യാപ്തമായ ഒരു കാര്യമാണ് കുടുംബബന്ധം ശിഥിലമാക്കുക. അവന്റെ ദുആക്ക് ഉത്തരമില്ല, അവന്റെ നിസ്കാരത്തിന് അല്ലാഹു കബൂലിയത്ത് തരില്ല, അവന്റെ സ്വലാത്ത് ദിക്റുകളൊന്നും ഈ വൻപിച്ച പാപത്തിൽ നിന്നും അവനെ തടഞ്ഞില്ല. അങ്ങനെ കുടുംബബന്ധം ശിഥിലമാക്കുന്നവരെ ഈ ഷഅബാൻ 15-ാം രാവിൽ അല്ലാഹു പുറന്തള്ളിക്കളയുന്നു എന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. അക്കൂട്ടൽപ്പെട്ടവരാണ് അയൽവക്കക്കാരനെ പിണക്കുന്നവൻ. അവരുമായിട്ട് പിണങ്ങിയിരിക്കുന്ന ആള് യുദ്ധത്തിന് വന്നിട്ടുണ്ടോ എന്ന് നബി ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു ഇന്ന ആള് അയൽവക്കക്കാരനുമായിട്ട് ബന്ധമില്ലാത്തവരാണ്, ശത്രുതയിലാണ്, അവർ പിണങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു വിട്ടോ, നിന്നെ സ്വർഗത്തിലേക്ക് വേണ്ട, നിന്നെ ജിഹാദിലേക്ക് വേണ്ട, അള്ളാഹുവിന് വേണ്ടിയുള്ള ധർമ്മസമരം പരാജയപ്പെടാനും അള്ളാഹുവിന്റെ കോപം ഇറങ്ങുവാനും നീ കാരണമാകും. അതുകൊണ്ട് അയലത്തുകാരനെ വിഷമിപ്പിച്ചവൻ യുദ്ധത്തിന് വരണ്ട. ആ യുദ്ധത്തിൽ മലക്കുകളുടെ അംഗീകാരം ഉണ്ടാവുകയില്ല, മലക്കുകളുടെ അകമ്പടി ഉണ്ടാവുകയില്ല, അവരുടെ സഹായം ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാവുകയില്ല. അതിൽ യുദ്ധം ചെയ്ത് ചത്തുപോയാലോ, മരിച്ചു പോയാൽ ചത്തുപോയതുപോലെയായി കാര്യം ദോഷിയെയും കൊണ്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ കുടുംബബന്ധം ശിഥിലമാക്കുന്ന പരിപാടി വേണ്ട എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. എന്ന് റസൂലുള്ള പറഞ്ഞതുമാതിരി കണ്ണൻ കാലിന്റെ താഴ്ഭാഗത്തിലേക്ക് ഉടുക്കുന്ന വസ്ത്രത്തിനെ വലിച്ചിഴച്ച് ആഹങ്കാരികമായ സ്വഭാവത്തോടുകൂടി നടക്കുന്നവൻ, അവനിലേക്ക് അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാവുകയില്ല, അംഗീകാരം ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ സ്നേഹം ഉണ്ടാവുകയില്ല. അതുപോലെ കിബിറിന്റെ യാതൊരു ലക്ഷണവും ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതാണ്. തലമറച്ച് നിസ്കരിക്കൽ സുന്നത്താണ്. മാറുമറയ്ക്കാൻ വസ്ത്രമില്ല എങ്കിലോ തലമറയ്ക്കുന്ന വസ്ത്രം എടുത്ത് മാറുമറച്ചു കൊള്ളണം. നെഞ്ചിന്റെ ഹുങ്ക് കാണിക്കുന്ന ഇടമാണ് നെഞ്ച്.
അഹങ്കാരം കാണിക്കുന്ന ഭാഗമാണ് നെഞ്ച്. ബയൽമാന്മാര് കണ്ടില്ലേടോ, ഗുസ്തിക്കാര് കണ്ടില്ലേ, എടയേറ്റെന്ന് തുടയിൽ രണ്ടടി, എന്നിട്ട് കൈ ചുരുട്ടി വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൊട്ട്, അതിനുശേഷം ഒരു അമറൽ, ഒരു ചാടൽ, അതിനുശേഷം നെഞ്ചിൻ നെളിച്ച് മസിൽ പിടിച്ചൊരു നില. അപ്പോൾ ഒരുത്തൻ അഹങ്കാരം കാണിക്കുന്നതിന് വേണ്ടി നെഞ്ചിടം അനിവാര്യമാണ്. അതുകൊണ്ടാണ് കണ്ണൻകാലിന്റെ താഴ്ഭാഗത്തിലേക്ക് വസ്ത്രം പോയാൽ അവനിലേക്ക് അല്ലാഹു തിരിഞ്ഞു നോക്കിയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം അവനിലേക്ക് ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ സ്നേഹം, കാരുണ്യം, പൊരുത്തം അവനിലേക്ക് ഉണ്ടാവുകയില്ല. കാര്യം വസ്ത്രം താഴ്ത്തി ഉടുത്തു. അതേ നബിയുടെ മുമ്പിൽ ഒരാൾ വന്ന്, നബി മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് പോകാൻ പോയപ്പോൾ റസൂലുള്ളാഹി അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് സ്വലാത്തക്ക, ഒന്നുകൂടി നീ നിസ്കരിക്കൂ. വീണ്ടും നിസ്കരിച്ചു. മൂന്നാമത് നിസ്കരിച്ച് കഴിഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, നിന്റെ മുടി, ഈ ചോണച്ചെവി, പഞ്ഞിച്ചെവി, ചെവിയുടെ താഴ്ഭാഗത്ത് നല്ല നിർമ്മലമായ മയമായ സ്ഥലമുണ്ട്, അതിന്റെ താഴ്ഭാഗത്തേക്ക് നീണ്ടു കിടക്കുന്നു. അക്കാരണത്താൽ നിന്റെ നിസ്കാരത്തിന് കബൂലിയത്തില്ല, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത നിസ്കാരമാണ്. മാത്രവുമല്ല, നീ ഒരു പാൻസ് ഇട്ടിട്ടുണ്ട്, ഒരു പൈജാമ ഇട്ടിട്ടുണ്ട്, കണ്ണൻകാലിന്റെ താഴ്ഭാഗത്തേക്ക് ഇറക്കി നടക്കുന്നു, അത് ഇറങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ മോനെ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നിനക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് വസ്ത്രത്തിനെ വലിച്ചിഴയ്ക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകളുടെ കാലിന്റെ അടിഭാഗത്തുള്ള വെളുപ്പ് പോലും കാണാതിരിക്കുന്നതിന് വേണ്ടി ഏത് സമയത്താണെങ്കിലും പാദത്തിന്റെ നടക്കുമ്പോൾ ഒരു പാദം മുന്നിൽ കുത്തി അടുത്ത പാദം പൊക്കുമ്പോൾ ആ കാലിന്റെ അടിഭാഗത്തുള്ള വെളുപ്പ് കാണാതിരിക്കാൻ വേണ്ടി ഒരു ചാൺവരേക്കും വസ്ത്രം താഴ്ത്തിയിടൽ അനുവദനീയം ആണ്. ഏത് കാലത്താണെങ്കിലും, അതുകൊണ്ട് മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്തിലാണെങ്കിലും. അപ്പോൾ 4 കാര്യം നാം ഇവിടെ പറഞ്ഞു. ഒന്ന്, മുശ്രിക്കാവല്ലേ, അള്ളാഹു ഏകനാണ്, തരുന്നത് പൊരുത്തമുള്ളത് കൊണ്ടാണ്. അള്ളാഹു നിന്നെ കൈവിടുകയില്ല. നീ വേറെ അള്ളാഹുവിനെ നോക്കി, വേറെ നീ ജ്യോത്സ്യന്മാരെ നോക്കി, വേറെ കൈനോട്ടക്കാരെ നോക്കി, വേറെ നക്ഷത്ര വിജ്ഞാനമുള്ളവരെ നോക്കി നീ പോകണ്ട, നാളെ വരാൻ പോകുന്നത് അറിയണ്ട. രണ്ടാമത്തെ കാര്യം, ശത്രുത മനോഭാവം വെച്ച് പുലർത്തല്ലേ, സ്വർഗത്തിൽ കടക്കാൻ പറ്റുകയില്ല. മൂന്നാമത്തത്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കല്ലേ, സ്വർഗത്തിന്റെ മണം പോലും നിനക്ക് കിട്ടുകയില്ല. നാലാമത്തെ വിഭാഗം, ആഹങ്കാരികമായിട്ട് കണ്ണൻകാലിന്റെ താഴ്ഭാഗത്ത് വസ്ത്രം ഇറക്കി നടക്കുന്ന അതേ കിബിറന്മാരാണ്. അഞ്ചാമത്തെ വിഭാഗം, ഉഖൂഖുൽ വാലിദീൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവരാണ്. അവരെത്ര നിസ്കരിച്ചാലും മാതാവിന്റെ പൊരുത്തമില്ല എങ്കിൽ സ്വർഗത്തിന്റെ മണം പോലും ഇല്ലടോ. അവരെയും പുറത്തിറക്കി വിടാൻ പാടില്ല, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അവരെ കണ്ണുനീർത്തുള്ളികൾ ഒലിപ്പിക്കുവാൻ പാടില്ല, അവരെ ദീർഘനിശ്വാസം വിടാൻ, പെരുമൂച്ച് വിട്ട് വിഷമിപ്പിക്കുവാൻ പാടില്ല. സ്വർഗത്തിന്റെ മണം പോലും കിട്ടുകയില്ലടോ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം വന്നപ്പോൾ ഉവൈസുൽ ഖർനി എന്ന് പറഞ്ഞ മഹാരാജൻ, മഹാ നബിയെ സ്നേഹിക്കുന്ന മുഹബ്ബുർ റസൂൽ, ഉമ്മാ ഞാൻ ഹജ്ജിന് പോകട്ടെ? വേണ്ട മോനെ, എന്റെ ഖിദ്മത്താൽ എടുക്കുമടാ. ഉമ്മാ ഞാൻ ഹജ്ജിന് പോകട്ടെ? 2ാമത്തെ വർഷം. ഉമ്മ ഞാൻ ഹജ്ജിന് പോകട്ടെ? 3ാം വർഷം. ഉമ്മ ഞാൻ ഹജ്ജിന് പോകട്ടെ? 4ാം വർഷം. വേണ്ട മോനെ, നീ എന്റെ സമീപം ഉണ്ടായിരിക്കണം. അങ്ങനെ ഹജ്ജിന് പോകാൻ സാധിക്കാതെ ഉവൈസുൽ ഖർനി കാട്ടിൽ കിടന്ന് മരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പുന്നാരപ്പെട്ട നബി ഉമർ ബിൻ ഖത്താബ് തങ്ങളോടും തന്നോടൊപ്പം യാത്ര ചെയ്ത റദീഫിനോടും അതേ പറയുകയാണ്, കാട്ടിൽ, യമൻ കാട്ടിൽ പോണം. മലഞ്ചരക്കിൽ മലമടക്കിൽ ഒരാളുണ്ട്, ഉവൈസുൽ ഖർനിയാണ്. അയാൾ എന്നോട് വലിയ മഹബത്താണ്, എന്നെ കണ്ടിട്ടില്ല. ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർക്ക് കാണാൻ അവസരമുണ്ടായിട്ടും അവരെല്ലാം വന്ന് കണ്ടു. പക്ഷേ ഉമ്മയ്ക്ക് ഖിദ്മത്തിന് വേണ്ടി താമസിച്ച കാരണത്താൽ ഹജ്ജ് പോലും മുടങ്ങിപ്പോയി. ആകയാൽ എന്റെ സലാം പറയണം, ദുആയിരക്കാൻ പറയണം. അത്രയും മഹാനാണ്
ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രമെങ്കിൽ ഒന്നാമത്തെ വർഷം, രണ്ടാം വർഷം, മൂന്നാം വർഷം, നാലാം വർഷം, വർഷം പല വർഷങ്ങളും ആയി ഹജ്ജിന് പോകാൻ സാധിച്ചില്ല. ഉമ്മക്ക് ഖിദ്മത്താണ്, അത് ചെയ്തു കൊള്ളണം. കാര്യം അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ ഉമ്മയുടെ പൊരുത്തം വേണം. അല്ലാതെ ഉമ്മ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചാൽ ഉമ്മയുടെ പൊരുത്തം കിട്ടുകയില്ല. അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ ചെയ്താൽ ഉമ്മയുടെ പൊരുത്തം കിട്ടുകയില്ല. അള്ളാഹുവിന് വേണ്ടി ഇതാ ഖുർആൻ ഓതുകയാണ്, ഇൽമ പഠിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്. ഉമ്മയുടെ കോപം ഒരു അണുമണി തൂക്കമെങ്കിലും അഥവാ ഒരു ടംബ്ലറിൽ ഇരിക്കുന്ന, ഗ്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളത്തിൽ ചെറിയൊരു സൂചി മുക്കിയിട്ട് വിരൽ പുച്ഛം കൊണ്ട് കുടഞ്ഞു കളഞ്ഞാൽ ആ സൂചിയുടെ അഗ്രത്തിൽ അതിന്റെ മുനയിൽ ഇരിക്കുന്ന വെള്ളത്തിന്റെ രസത്തിന്റെ കണക്കനുസരിച്ച് പോലും ഉമ്മയുടെ പൊരുത്തക്കേടുണ്ടായെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം ഹറാം. അതാണ് ഫരിദല്ലാഹി മിൻ റിളാഹാ. അതെ, ഉമ്മ പൊരുത്തപ്പെട്ടോ അള്ളാഹ് പൊരുത്തപ്പെട്ടു. ഉമ്മ കോപിച്ചോ അത് അല്ലാഹുവിന്റെ കോപമാണ്. ഈ കാര്യം പ്രത്യേകം ഈ നല്ല നാളയിൽ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ആണിനെയും പെണ്ണിനെയും അള്ളാഹു വലിച്ച് ദൂരത്താക്കി കളയുന്നു, പുറന്തള്ളിക്കളയുന്നു. അവരെ പുറത്തടിപ്പിക്കുന്നില്ല, റഹ്മത്തിലേക്ക് അടുപ്പിക്കുന്നില്ല ഈ നല്ല രാവിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആറാമത്തെ കാര്യം ഷാരിബുൽ ഖംർ. മനുഷ്യൻ അല്ലാഹു തആല തിരിച്ചറിവ് തന്ന ആ തിരിച്ചറിവാണ് പ്രവാചകത്വ പദവി ലഭിച്ചതുപോലും. അങ്ങനെ പ്രവാചകത്വ പദവി ലഭിക്കാൻ കാരണം തിരിച്ചറിവാണ്, നല്ല ബോധമാണ്. അങ്ങനെയുള്ള ആ ബോധത്തിനെ ഈ വിഷാംശം ഉള്ളിൽ ചെന്ന്, മാരകമായ വിഷാംശം ഉള്ളിൽ ചെന്ന് അബോധാവസ്ഥയിലാക്കി മൃഗങ്ങളെ പോലെ ആക്കി കളയുന്നു. അങ്ങനെ 6 കൂട്ടരെ അല്ലാഹു തആല ഇതാ സ്വർഗത്തിൽ നിന്നും ഒഴിവാക്കുകയാണ്. നാം ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. അതേ 15-ാമത്തെ രാവിൽ 3 യാസീനോദനം ബൈനൽ ഇശാഇ വൽ മഗ്രിബി, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ 3 യാസീനോദനം. ഒന്നാമത്തെ യാസീന്റെ നിയ്യത്ത്, പടച്ചവനെ കുടുംബാദികളുടെയും എന്റെയും ആയുസ് ദീർഘമാക്കി തരണേ. രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാക്കണം. എനിക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആൾക്കാർക്കും വേണ്ടപ്പെട്ട ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഭക്ഷണം നീ ഞങ്ങളുടെ കയ്യിൽ തരണം. അതിനെ നീ ബറക്കത്താക്കി തരണം തരുന്ന ഭക്ഷണത്തിൽ. മൂന്നാമത്തെ യാസീൻ ദുനിയാവിൽ വിജയം തരണം. ഈമാൻ ഇസ്ലാമോടുകൂടി ജീവിക്കണം, ഈമാനിൽ അന്തർലീനമായിരിക്കണം. മരിക്കുന്ന അവസരം റസൂലുള്ളാഹിയെ കാണണ്ടേ, ഒന്ന് സലാം പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണ്ടേ. അങ്ങനെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ജീവിതം നന്നാക്കി തീർക്കണം. അതിനാണ് മൂന്നാമത്തെ യാസീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞ് മരിക്കണ്ടേ, സ്വർഗത്തിൽ കടക്കണ്ടേ. ആകയാൽ അതിനുള്ള കുറുക്ക് വഴി റഹ്മത്തുൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിരിക്കുന്നു. ഇതാ 13, 14, 15 ദിവസം ശഅബാൻ മാസം, ബറാഅത്തിന്റെ ദിവസം 15-ാമത്തെ ദിവസമാണ്. അന്ന് 3 യാസീൻ ഓതണം, ഒരുപാട് ദുആ ഇരക്കണം. അതിന്റെ തലേ ദിവസമുള്ള രാത്രി നിസ്കരിക്കണം, പകലിൽ നോമ്പ് നോക്കണം. അതിന്റെ തലേ ദിവസമുള്ളതായ 13-ാം രാവ്, അതേ 13 ശഅബാൻ 13-ന്റെ അന്ന് രാത്രി ദുആ ചെയ്യണം. അതുപോലെ തന്നെ പകൽ നോമ്പുകാരനായിരിക്കണം. ആ നോമ്പിന്റെ കൂടെ ഫർളാക്കപ്പെട്ട നോമ്പ് നമുക്ക് ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ ഫർളിനെ അങ്ങോട്ട് മുന്തിച്ചിട്ട്, കഴിഞ്ഞ വർഷം റമദാനിൽ എനിക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയി, ഇന്ന നോമ്പ്, അതിനുവേണ്ടി ഞാനിതാ ഖളാ ആയിട്ട് നോമ്പിനെ പിടിക്കുന്നു. കൂടെ ഈ നിയ്യത്തും ഉണ്ടെങ്കിൽ രണ്ടും കരസ്ഥമായി അർഹമുർ-റഹീമായ രാജസയ്യിദായ അല്ലാഹു ഈ അനുഗ്രഹീതമായ രാത്രിയിലും
ദിവസങ്ങളിലും മാസത്തിലും രാവിലും പടച്ചവനെ ഞങ്ങളെ നീ നിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി വിജയിപ്പിക്കണം തമ്പുരാനെ. ഈമാൻ നിറവടിയാക്കി തരണം റഹ്മാനെ. ഇബാദത്തിന് വേണ്ടി നിന്നെ ഇബാദത്തെടുക്കുവാനും നിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുവാനും ദീർഘായുസ് തരണം തമ്പുരാനെ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കടത്തണം റഹ്മാനെ. സഹോദരങ്ങളെ സ്വർഗത്തിൽ കടത്തണം റഹ്മാനെ. മക്കളെയും പേരക്കുട്ടികളെയും നീ സ്വർഗത്തിൽ കടത്തണം തമ്പുരാനെ. അവരുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഗുരുനാഥന്മാരെ നീ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കണം തമ്പുരാനെ. മരണസമയത്ത് അവരുടെ പരിശുദ്ധമായ ആത്മാക്കൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങളെ സന്തോഷപ്പെടുത്തുവാനുള്ള കറാമത്ത്, ആ ബഹുമതി ഞങ്ങളുടെ ഉസ്താദന്മാരുടെ ആത്മാക്കൾക്ക് നീ കൊടുക്കണം തമ്പുരാനെ. ബിജാഹി കൻസിൽ ഖിനാ സയ്യിദിന മൗലാന മുസ്തഫാന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനൂരി റസൂലില്ലാഹി അശ്റാഖത്തിദ് ദുനാ ഫഫീ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. അസ്സലാമു അലൈക്കും.